നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതേ പുതിയൊരു ടെക്നിക്കാണ്. എന്താണെന്നല്ലേ, കണ്ടു നോക്കൂ. ഇപ്പം ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ഉണ്ട്, റീൽസിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എ സി വേണ്ട ഇങ്ങനെ ചെയ്താൽ. അതായത് ഇപ്പം നമുക്കറിയാം ഭയങ്കര ചൂടുള്ള സമയമാണ്. അപ്പോൾ രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എ സി ഇല്ലാത്ത വീടുകളിൽ. പക്ഷേ ഒരു ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ പുതിയൊരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് എ സി വേണ്ട, ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. ഞാനും ആ ടെക്നിക്കൊന്ന് ഉപയോഗിച്ച് നോക്കി. നമുക്കെല്ലാവർക്കും അറിയാം, അപ്പോൾ ഭയങ്കര ചൂട് കാലമാണ്. മിക്ക വീടുകളിലും എ സി ഉണ്ടാവും, അല്ലെങ്കിൽ ഫാൻ ഉണ്ടാവും. എല്ലാ വീട്ടിലൊന്നും എ സി വെക്കാൻ കഴിയാത്ത വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു എ സി ഉള്ളൂ, താഴത്തെ റൂമിലാണ് എ സി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും ഈ ടെക്നിക്കൊന്ന് പരീക്ഷിച്ച് നോക്കി. എല്ലാവരും പറയുന്ന പോലെ എ സി ഇല്ലാതെ നമുക്ക് ഇത് മതിയെങ്കിലേ എ സി കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്യും അല്ലേ? ഞാനും ആ ടെക്നിക്കൊന്ന് ചെയ്തു നോക്കി. അതിൻ്റെ റിസൾട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക്, റോഹിത് 3R വീഡിയോസ്. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പരന്ന പാത്രം എടുക്കാം. അതിലേക്ക് 2 ചിരട്ട വെച്ച് വെള്ളം നിറച്ച് വെക്കണം. ഇതുപോലെ വെള്ളം നിറയ്ക്കാം. 2 ചിരട്ടയിലും വെള്ളം നിറയ്ക്കുക. ബാക്കി വെള്ളം നമ്മുടെ ഈ പാത്രത്തിലും നിറച്ച് വെക്കാം. നമ്മൾ 2 ചിരട്ടയിലും പിന്നെ ആ പാത്രത്തിലും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഫ്രീസറിൽ കൊണ്ടുവെക്കണം. ഇതുപോലെ കേട്ടോ, 2 ചിരട്ട നിറച്ചു, ബാക്കി വെള്ളം നമ്മൾ ആ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല ഫ്രീസറിൽ ഒഴിച്ചിട്ട് ഐസാക്കി വേണ്ട. നമ്മളിനി ഇത് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. 24 മണിക്കൂറാണ് നമ്മൾ ഫ്രീസറിൽ ഈ സാധനം വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഐസായിട്ട് എടുക്കാം. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലെത്താനായിട്ടേ നിങ്ങളിപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കൊരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കാം. അങ്ങനെ 24 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് തുറന്നു, സാധനം പുറത്തെടുത്തു. എന്നിട്ട് ഈ ഐസിന് മുകളിലോട്ട് കുറച്ച് ഉപ്പുകല്ല് വിതറുന്നുണ്ട്. ഇനി നമ്മുടെ ബെഡ്റൂമിലോട്ട് ഇത് കൊണ്ടുവയ്ക്കാം. ഞാനങ്ങനെ കിടക്കാൻ നേരത്ത് നമ്മുടെ ബെഡ്റൂമിൽ ഈ സാധനം കൊണ്ടൊരു മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഫാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം. മുകളിലത്തെ നിലയിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ട്. ഇനി സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. തണുപ്പുണ്ടോയെന്ന് ഇല്ലോന്നൊക്കെ ഞാൻ ഉണർന്നു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ സ്ഥിതിയും ഞാൻ ഉണർന്നു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നമ്മൾ എ സി ഒക്കെ ഇട്ടാൽ വാതിലടയ്ക്കുന്ന പോലെ വാതിലൊക്കെ അടച്ചു. രാവിലെ ഞാൻ എഴുന്നേറ്റു. ഐസൊക്കെ വെള്ളമായി തീർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അഭിപ്രായം എന്താണെന്നല്ലേ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ സംഭവം കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഞാൻ രാത്രി ഫുള്ളായിട്ട് ഇതിലാണ് കിടന്നുറങ്ങിയത്. സംഭവം ശരിയാണ്, നല്ല കൂളിംഗ് ഒക്കെ കിട്ടും. പക്ഷേ എ സിയുടെ ആ കൂളിങ്ങിന് എത്ര കിട്ടില്ല. നമ്മുടെ ചൂട് കാറ്റായിരിക്കും ഫാനിൽ നിന്ന് എപ്പോഴും നമുക്ക് താഴോട്ട് വരിക. അപ്പം ആ കാറ്റിനെ ഒന്ന് തണുപ്പിച്ച് ഒരു കുളിർമയൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണിത്. ഉപകാരപ്രദമാണ്. പക്ഷേ നമ്മൾ ട്രെൻഡിങ്ങിലൊക്കെ കണ്ടോലെ എ സി വേണ്ട എന്ന് പറയുന്നതൊന്നും ശരിയല്ല. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിട്ട് ഉപയോഗിക്കാം. പിന്നെ വലിയ ചിലവുമില്ല. അത്യാവശ്യം നല്ല കൂളിങ്ങും കിട്ടുന്നുണ്ട്. ഞാൻ മുകളിലെ റൂമിലാണ് ഉപയോഗിച്ചത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഫാൻ ഇട്ടിട്ടാണ് കണ്ടത്. വാതിലുകളെല്ലാം അടച്ചു, ജനലുകൾ അടച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. ഫാനിൻ്റെ കാറ്റെന്ന് പറഞ്ഞാൽ കുറച്ച് ചൂട് കാറ്റായിരിക്കും. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല തണുത്ത കാറ്റാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉപകാരപ്രദമാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിക്കോളൂ. നമുക്കറിയാം കഠിനമായ ചൂടാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കൊന്നും എ സി വെക്കാനും കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ എ സി വെക്കാൻ പറ്റാത്തവർക്ക് പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് നേരത്തെ തന്നെ വൈറലായതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എ സി വെക്കാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് ഈ ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പൊക്കെ കിട്ടി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. മറ്റൊരു കിടിലൻ വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.